ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റൈൽസിനെ കുറിച്ചിട്ടാണ്. ഓൾറെഡി ടൂൾ ബാറിൽ ഒരു സ്റ്റൈൽസ് ഉണ്ടാവും. അത് നമ്മൾ ഓഫാക്കി കൊടുത്താൽ ഇവിടെ നിന്ന് പോയിണ്ടാവും. വീണ്ടും ഓൺ ആക്കണമെങ്കിൽ സ്റ്റൈൽസ് ഓൺ ആക്കി കൊടുത്താൽ സ്റ്റൈൽസ് കിട്ടും. അതേപോലെ തന്നെ ഡീഫോൾട്ട് ട്രൈയിലും സ്റ്റൈൽസ് ഉണ്ടാവും. സ്റ്റൈൽസ് ടൂൾ ബാറിലും ഡീഫോൾട്ട് ട്രൈയിലും സ്റ്റൈൽസ് ഉണ്ടാവും. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഡീഫോൾട്ട് ട്രൈയിലെ സ്റ്റൈൽസാണ് യൂസ് ചെയ്യുക. അഥവാ ഡീഫോൾട്ട് ട്രൈയിലെ സ്റ്റൈൽസ് മിസ്സിങ് ആണെങ്കിൽ വിൻഡോയിൽ ഡീഫോൾട്ട് ട്രൈയിൽ സ്റ്റൈൽസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ കിട്ടുന്നതായിരിക്കും. നമുക്ക് ആദ്യം ഈ 6 ഓപ്ഷൻ എന്താണെന്ന് നോക്കി നോക്കാം. ഞാനിവിടെ 3 വരച്ചിട്ടുണ്ട്, 2 ബോക്സും ഒരു സിലിണ്ടറും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞാൽ എക്സ്റേ മോഡ്. എക്സ്റേ പറഞ്ഞാൽ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അതായത് അതിൻ്റെ പുറകിലത്തെ എഡ്ജുകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ആ ബോഡിത്തെ. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ മോഡ് ഓൺ ആക്കിയിരുന്നത്. അടുത്തതാണ് ബാക്ക് എഡ്ജസ്. അതായത് ബാക്ക് എഡ്ജസ് ഒരു ഹിഡൻ ലൈൻസിൽ കാണിക്കും. അതാണ് ബാക്ക് എഡ്ജസ്. പിന്നെ വയർ ഫ്രെയിം, അതായത് നമുക്ക് വയർ ഫ്രെയിം മാത്രമായിട്ട് കാണിക്കും. അതായത് സോൾഡ് ആണെങ്കിൽ എന്താണെങ്കിലും മൊത്തം വയർ ഫ്രെയിം മാത്രമായിട്ട് കാണിക്കും. പിന്നെ ഫേസിൻ്റെ മൊത്തം കളർ മോഡലിൽ ഏത് കളറാണോ അതേ കളറായിട്ടാണ് ഫേസിൻ്റെ കളർ കാണിക്കുക. അപ്പോൾ വയർ ഫ്രെയിം ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇത് രണ്ടും ഓൺ ആക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ഈ ഹിഡൻ ലൈന്, ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ, മോണോക്രോം, ഈ ഓപ്ഷനൊക്കെ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺ ആക്കാവുന്നതാണ്. ഇനിയാണ് അടുത്തത് ഹിഡൻ ലൈൻസ് ഓൺ ആക്കിയിട്ടു. ഹിഡൻ ലൈൻ ഓൺ ആക്കിയിടുമ്പോൾ നമുക്ക് എക്സ്റേ വേണമെങ്കിൽ എക്സ്റേ ഓൺ ആക്കിയിടാം, ബാക്ക് എഡ്ജ് വേണമെങ്കിൽ ബാക്ക് എഡ്ജ് ഓൺ ആക്കിയിടാം. ഹിഡൻ ലൈനിലും ഫേസിൻ്റെ കളർ മോഡലത്തെ അതേ കളർ തന്നെയാണ്. പിന്നെ ഉള്ളതാണ് ഷെയ്ഡ്. ഷെയ്ഡ് പറയുമ്പോൾ നമ്മളിവിടെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ മെറ്റീരിയലൊക്കെ ഒരു ഷെയ്ഡായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇതിൻ്റെ എക്സാക്റ്റ് ടെക്സ്ചറും കൂടി കാണിക്കുന്നില്ല. ഇനി ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ, അതായത് ഇവിടെ ഞാൻ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്, അത് എക്സാക്റ്റ് ആയിട്ട് കാണിക്കുന്നത്, അതായത് നമ്മുടെ മോഡലിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ. അപ്പോൾ നമുക്ക് അധികം ലോഡ് വരാണ്ട് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഷെയ്ഡ് ഇട്ട് വരച്ച് നോക്കിയിട്ട് ഏറ്റവും അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ ഇട്ടാലും മതി. പിന്നുള്ളത് മോണോക്രോം, അതായത് നമുക്ക് നമ്മുടെ വരയ്ക്കുന്നത് മൊത്തം എല്ലാം ഒരേ കളറിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മോണോക്രോം. ഇപ്പോൾ ഇവിടെ ഞാൻ ഷെയ്ഡ് വിത്ത് ടെക്സ്ചർ കൊടുത്തു. ഇതാണ് ഈ 6 സെറ്റിങ്. ഈ 5 സെറ്റിങ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതും കൂടി കൊടുക്കാൻ പറ്റും. ഇതും കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇത് കൊടുക്കുക, ഏത് വേണമെങ്കിൽ നമുക്ക് ഓൺ ആക്കിയിടാം. ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കുകയും ചെയ്യാം. ഈ ഓപ്ഷൻസ് വയർ ഫ്രെയിം ഒഴികെ ബാക്കിയുള്ളതിലൊക്കെ ഈ 2 ഓപ്ഷനും കൂടി വർക്ക് ചെയ്യും. ഇനി നമുക്ക് ഇവിടുത്തെ സ്റ്റൈൽസ് എന്താണെന്ന് നോക്കി നോക്കാം. സ്റ്റൈൽസ് ടിക്ക് ഓൺ കൊടുത്തു. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ സിമ്പിൾ സ്റ്റൈലാണ്. അതായത് ഡീഫോൾട്ട് ഫേസ് കളേഴ്സ് ബ്ലൂ സ്കൈ, അതായത് കണ്ട സ്കൈൻ്റെ കളർ ബ്ലൂ. പിന്നെ ഗ്രേ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ബാക്ക്ഗ്രൗണ്ട്, ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളർ. അത് ഇൻഫിനിറ്റിയാണ്, അതായത് ഈ പ്ലെയിൻ ഇൻഫിനിറ്റിയാണ്. നമ്മൾ മൗസ് സൂം ചെയ്താൽ അവസാനിക്കില്ല, അപ്പം അത്രയധികം ഉണ്ട്. അപ്പോൾ ആ കളറാണ് ഗ്രേ കളർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ വലുതും വേണമെങ്കിൽ, അതായത് ഇപ്പോൾ ഡീഫോൾട്ട് സ്റ്റൈൽ ഇതല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻസ് വേണമെങ്കിൽ ഇവിടെ സെലക്ട് ഓപ്ഷൻ ഉണ്ടാവും. സെലക്ട്, എഡിറ്റ്, മിക്സ്, 3 ഓപ്ഷൻസ് ഉണ്ടാവും ഇവിടെ. അപ്പോൾ സെലക്ട് ഓപ്ഷനിൽ ഡീഫോൾട്ട് സ്റ്റൈൽസ് കൊണ്ട് ആദ്യം ഇവിടെ എടുക്കുന്നുണ്ട്. ഇവിടെ കണ്ട കുറച്ച് ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹോം എടുക്കുന്നുണ്ട്. ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന മോഡൽസ് കണ്ട, ഇതൊക്കെ ഞാൻ മുന്നേ ഓൾറെഡി യൂസ് ചെയ്ത സ്റ്റൈൽസാണ്. നിങ്ങളിപ്പോൾ വേറെ സ്റ്റൈൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ സിമ്പിൾ സ്റ്റൈൽ മാത്രമായിരിക്കും. അപ്പോൾ ഏതൊക്കെ സ്റ്റൈൽസാണ് ഈ മോഡലിൽ ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ കാണിക്കും. അതാണ് ഈ ഹോമിൽ കാണിക്കുന്നത്. പിന്നെ ബാക്കോട്ട് പോകുകയാണെങ്കിൽ ഈ ആരോ നിൽക്കിയാൽ മതി. ഈ ഡീഫോൾട്ട് സ്റ്റൈൽ ചിലപ്പോൾ ആദ്യം ഓൺ ആക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ഇൻ മോഡൽ നമുക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് സ്റ്റൈൽ, അതായത് സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റൈൽസ് കൊടുക്കണമെങ്കിൽ ഡീഫോൾട്ട് സ്റ്റൈൽ, അതിൽ ഈ സ്റ്റൈലാണ് സിമ്പിൾ സ്റ്റൈൽ. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള സ്റ്റൈൽ. പിന്നെ ക്ലോക്കിൻ്റെ ചിഹ്നമുള്ള കുറേ സ്റ്റൈൽസ് കാണിക്കും. ആ സ്റ്റൈൽസ് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് സ്പീഡിൽ മോഡൽ ചെയ്യാൻ പറ്റുന്നത്, അതായത് ഫാസ്റ്റ് മോഡലിംഗ് സ്റ്റൈൽ. അതായത് നമ്മളിപ്പോൾ ഇതിൽ ഞാൻ മൗസ് ഓർബിറ്റ് ചെയ്യട്ടാ, കണ്ടാ വ്യത്യാസം കണ്ട. ഞാൻ ഈ ക്ലോക്കിൻ്റെ ചിഹ്നമുള്ളത് എടുത്തിട്ട് ഓർബിറ്റ് ചെയ്യണം, കണ്ട കുറച്ചുകൂടി സ്പീഡ് കണ്ട. അപ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ലോക്കിൻ്റെ ചിഹ്നത്തിലുള്ളത്. നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് സിമ്പിൾ സ്റ്റൈൽ. നമുക്കിവിടെ മോഡലിൽ, അതായത് ഈ ഹോമിൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത സ്റ്റൈൽസ് ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് നിൽക്കുക, ഡിലീറ്റ് നിൽക്കുക. ഏതാണോ വേണ്ടാത്തത് അത് റൈറ്റ് ക്ലിക്ക് ഡിലീറ്റ് വയ്ക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റൈൽസ് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് വ്യൂസ് കണ്ട, ഈ വ്യൂസ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ആരോ കീ കണ്ട, ഡീറ്റെയിൽസിൽ നമുക്ക് സ്മോൾ തമ്പനെയിൽ, ലാർജ് തമ്പനെയിൽ, ലിസ്റ്റ് ഓഫ് വ്യൂ, അങ്ങനെ മെനി ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് എഡിറ്റ്. എഡിറ്റ് എന്ന ഓപ്ഷനിൽ കണ്ട എഡ്ജ് സെറ്റിംഗ് ഉണ്ട്, ഫേസ് സെറ്റിംഗ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്,
വാട്ടർമാർക്ക് സെറ്റിംഗ്, മോഡലിംഗ് സെറ്റിംഗ്. ശരിക്കും സ്റ്റൈൽസ് എന്ന് ഉദ്ദേശിച്ചത് ഡീഫോൾട്ട് ട്രയൽ സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് സ്ക്രീനിലുള്ള സ്കൈ, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള, പിന്നെ എഡ്ജിൻ്റെ കളറ്, എഡ്ജ് ലോക്ക് ചെയ്താലുള്ള കളറ്, അതേപോലെ ഫേസിൻ്റെ കളറ്, വയർ ഫ്രെയിം, അങ്ങനെ സ്ക്രീനിൽ കാണുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെക്ഷനാണ് സ്റ്റൈൽസ്. ഇനി ഞാൻ ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഫസ്റ്റത്തെ ഓപ്ഷൻ എഡ്ജസ്. കണ്ട, ഞാൻ എഡ്ജസ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ട ഈ എഡ്ജസൊക്കെ ടിക്ക് ഓഫ് ആയത്. അത് എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഇന്നർ എഡ്ജസ്, അതായത് ഈ ഔട്ടർ എഡ്ജസ് എന്ന് പറയുന്നത് പ്രൊഫൈൽസ് എന്നാണ്. ഞാൻ ഈ പ്രൊഫൈൽസ് ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്തു. കണ്ട, പ്രൊഫൈൽസ് ടിക്ക് ഓഫ് ചെയ്തപ്പോൾ കണ്ട ഔട്ടർ എഡ്ജസാണ് ഓഫ് ആവുന്നത്. ഇനി ബാക്ക് എഡ്ജസ് ഉണ്ട്. ബാക്ക് എഡ്ജസ് കാണില്ല. ബാക്ക് എഡ്ജസ് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ ഒരു ഡോട്ടഡ് ലൈനിൽ ബാക്ക് എഡ്ജസ് കാണാൻ പറ്റും. പിന്നെ പ്രൊഫൈലിൽ തന്നെ ഇപ്പോൾ ഒരു തിക്നെസ് 2 സെൻറ്റിമീറ്റർ, അത് ഏത് യൂണിറ്റ് ആണോ അതിലായിരിക്കും. ഇനി 2 ഒരു 5 കൊടുത്തിരിക്കുക. കണ്ട, അതിനനുസരിച്ച് വ്യത്യാസം വരുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഡെപ്ത് ക്യൂ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറയിൽ കാണുന്നത്, അതായത് ഇപ്പോൾ ഈ 3 വശത്തിന് കണ്ട ഒരു ഡെപ്ത് ക്യൂ കണ്ടിട്ട് കുറച്ചധികം കാണാൻ പറ്റും. 4 ആണ് അതിൻ്റെ അളവ്. അത് മാറ്റണമെങ്കിൽ 2 കൊടുത്താൽ 2 കാണുള്ളൂ. അപ്പോൾ അത് മാറ്റുന്നതനുസരിച്ച് കണ്ട വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. അതാണ് ഡെപ്ത് ക്യൂ. ഇതൊക്കെ ഓണാക്കി കൊടുത്താൽ നമ്മൾ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഇത് നമ്മൾ വരച്ചുള്ളതൊക്കെ 3D ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ ഈ മൂവ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ഇതൊക്കെ എപ്പോഴും കാണിക്കുമ്പോൾ കമ്പ്യൂട്ടറിന് കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡെപ്ത് ക്യൂ ഞാൻ ടിക്ക് ഓഫ് ചെയ്ത് കൊടുത്തു. ടിക്ക് ഓൺ ചെയ്ത് പോകണ്ട. എല്ലാ എഡ്ജിനും കുറച്ച് കൂടുതൽ ഡെപ്ത് വന്നത്, അതായത് എല്ലാ എഡ്ജിനും വരുന്നുണ്ട്. കണ്ട, ഈ എഡ്ജിനും എല്ലാ എഡ്ജിനും ഡെപ്ത് ക്യൂ ഓണാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഡെപ്ത് കൂടുതൽ വരും. പ്രൊഫൈൽസ് ആണെങ്കിൽ ഔട്ടർ എഡ്ജസ് മാത്രം, അതായത് ഔട്ടർ എഡ്ജസിന് മാത്രമാണ് പ്രൊഫൈൽസ്. ഈ നമ്മളിപ്പോൾ സ്ക്രീന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ എഡ്ജസ് കണ്ട തന്നെ ഇപ്പോൾ ഇതാണ് പ്രൊഫൈൽ എഡ്ജസ് ആയത്. ഞാൻ ഇങ്ങനെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതാണ് പ്രൊഫൈൽ എഡ്ജസ്. അപ്പോൾ സ്ക്രീൻ റൊട്ടേറ്റ് ആകുമ്പോൾ തന്നെ സ്കെച്ചപ്പ് തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതായിരിക്കും. പ്രൊഫൈൽസ് എഡ്ജസ് മനസ്സിലാക്കി അതിനനുസരിച്ച് കളർ ഡിഫറൻസ് വരുന്നത് കാണാൻ പറ്റും. പിന്നെ എക്സ്റ്റൻഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻ പറഞ്ഞാൽ കണ്ട ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്ന് കാണാൻ പറ്റും. കണ്ട, ഇവിടെ നീ എക്സ്റ്റൻഷൻ ഓഫ് ആക്കിയിടുമ്പോൾ അത് പോയി. ഇനി എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. എൻഡ് പോയിൻറ്റ്സിൻ്റെ അവിടെ വീണ്ടും ഒരു 2 വര പോലെ ഒരു നോസ് പോലെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ഓഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ആക്കിയിടാം. പിന്നെ ജിറ്റർ, അത് പറഞ്ഞാൽ ഒരു കൈയായിട്ട് വരച്ച പോലത്തെ, അതായത് ഷേപ്പൊക്കെ ഒരു എക്സാക്ട് ഷേപ്പ് ആയിരിക്കില്ല. എക്സാക്ട് ഷേപ്പ് പറഞ്ഞാൽ ഷേപ്പ് കറക്റ്റ് ആയിരിക്കും. ഈ വരച്ച ലൈൻസ് ഇല്ലേ, അത് എക്സാക്റ്റ് വരച്ച പോലെ ആയിരിക്കില്ല, ഒരു ഇതുണ്ടാവും. അതാണ് ജിറ്റർ. പിന്നെ ഡാഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാഗിൽ വല്ലതും വ്യത്യാസം വരുത്തുന്നതാണ് ഡാഷസിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാനിവിടെ ടാഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ടാഗ്സിൽ ഏതെങ്കിലും ഒരു ലൈൻസിന് നമ്മളിപ്പോൾ ഡോട്ടർ ലൈൻസ് കൊടുത്തുവരിക. ഇപ്പോൾ കണ്ട, ഈ ലൈൻസ് ഡോട്ടർ ലൈൻസിലാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഡാഷസ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഡോട്ടർ ലൈൻസിൽ കാണും. ഇവിടെ ടാഗിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ അഥവാ അവിടെ ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ട അത് കാണില്ല. അപ്പോൾ ടാഗിൽ വ്യത്യാസം വരുത്തിയത് കാണണമെങ്കിൽ ഇവിടുത്തെ ഡാഷസ് ഓൺ ആക്കിയിടണം. പിന്നെ ഈ ഡെപ്ത് ക്യൂവിൻ്റെയും എക്സ്റ്റൻഷൻ്റെയും എൻഡ് പോയിൻറ്റ്സിൻ്റെ ഒക്കെ ലൈനിൻ്റെ തിക്നെസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതായിരിക്കും. പിന്നെ ഈ ലൈൻസിൻ്റെ കളറൊക്കെ ബ്ലാക്ക് കളറാണ്. അതായത് ലൈനിൻ്റെ കളറ്, പ്രൊഫൈലിൻ്റെ കളർ, എല്ലാത്തിൻ്റെ കളർ ബ്ലാക്ക് കളറാണ്. ഓൾ സെയിം ആണ്. ഞാൻ മാറ്റണമെങ്കിൽ മെറ്റീരിയൽ ബൈ ആക്സസ് ഓപ്ഷൻ ഉണ്ട്. അത് അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറ്റണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം. ഇതിപ്പോൾ പച്ച കൊടുക്കണമെങ്കിൽ ആയിരിക്കുക കണ്ട, അപ്പോൾ പച്ച കൊടുത്തപ്പോൾ കണ്ട എല്ലാ കളറും പച്ച വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വീണ്ടും മാറ്റി കൊടുക്കണമെങ്കിൽ ബ്ലാക്ക് തന്നെ കൊടുത്തു, ഓക്കെ എന്ന് കൊടുത്തു. അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റും. ഇനി അടുത്ത ഓപ്ഷനാണ് ഫ്രണ്ട് കളറ്, ബാക്ക് കളറ്. ഫ്രണ്ട് കളറും ബാക്ക് കളറും പറഞ്ഞാൽ ഇവിടെ കണ്ട ഫ്രണ്ട് കളറ് വൈറ്റ്, ബാക്ക് കളറ് ഒരു വേറൊരു കളറായിട്ട്, ഈ 2 കളർ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ ഒരു ഫേസ് വരച്ചു കണ്ട, ഇതിലൊരു വൈറ്റ് കളറ്, ഇതിലൊരു ബാക്ക് കളറ്. ഞാൻ ഇത് മാറ്റിയിരിക്കുക, ഇത് വച്ച് കൊടുത്ത് വിചാരിക്കുക, ഓക്കെ കൊടുത്തു. കണ്ട, ഇത് വച്ചായി. ഇനി മറ്റേതിന് വൈറ്റിന് പകരം വേറെ കളർ കൊടുത്തു വിചാരിക്കുക, ചുവപ്പ് കൊടുത്തു വിചാരിക്കുക. ഇപ്പോൾ ചുവപ്പായി. കണ്ട, അതാണ് ഫ്രണ്ട് കളറും ബാക്ക് കളറും. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത് അതിനനുസരിച്ച് തന്നെ ചെയ്യുക. ഇനി നമ്മൾ മാറ്റം വരുത്തിയതൊക്കെ പോയിട്ട് ഡീഫോൾട്ടായിട്ട് കിട്ടണമെങ്കിൽ വീണ്ടും സെലക്ട് ഓപ്ഷൻ എടുക്കുക. നമുക്ക് ഏതാണ് വേണ്ടത് ഡീഫോൾട്ട് ട്രയൽ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. കണ്ട, ഡീഫോൾട്ട് ട്രയൽ നമ്മൾ സിമ്പിൾ സ്റ്റൈൽ കൊടുത്തപ്പോൾ വീണ്ടും പഴയതുപോലെ കിട്ടി. ഇനി എഡിറ്റിൽ തന്നെ ഫ്രണ്ട് കളറും ബാക്ക് കളറും മനസ്സിലായി. പിന്നെ ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ മെറ്റീരിയൽ ട്രാൻസ്പാരൻസി പറഞ്ഞാൽ ഇവിടെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്.
കണ്ട അതിൻ്റെ ഉള്ളിലത്തെ കാണുന്ന തരത്തിലുള്ളതാണ് കൊടുത്തുള്ളത്. അത് ടിക്ക് ഓഫ് ചെയ്യുകയാണെങ്കിൽ കണ്ട അപ്പോൾ മെറ്റീരിയൽ ട്രാൻസ്പാരൻസി പോയി. അപ്പോൾ മെറ്റീരിയൽ കൊടുത്തിട്ട് ട്രാൻസ്പാരൻസി വേണമെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. പിന്നെ അത് ട്രാൻസ്പാരൻസി ക്വാളിറ്റി ഫാസ്റ്റർ വേണോ നൈസർ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. പിന്നത്തെ ഓപ്ഷനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കൈ ഗ്രൗണ്ട്. സ്കൈൻ്റെ കളറ് ബ്ലൂ കണ്ട, സ്കൈൻ്റെ കളർ ബ്ലൂ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഗ്രൗണ്ട് അല്ല, ഈ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഇൻഫിനിറ്റി ആയിട്ടുള്ള ഈ കളർ, അതിൻ്റെ കളറാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഗ്രൗണ്ടിന് കളർ കൊടുക്കണമെങ്കിൽ ഈ കളറാണ് വരിക. പിന്നെ അതിൻ്റെ ട്രാൻസ്പാരൻസി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഗ്രൗണ്ട് അടിക്കും കാണണമെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഗ്രൗണ്ട് കാണാനുണ്ട്, അതിന് അടിക്ക് കാണുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഓഫ് ആക്കിയിട്ട് കണ്ട അപ്പോൾ കളർ പോയത് കണ്ട. ഇനി വീണ്ടും അടിയിൽ നിന്നും കാണണമെങ്കിൽ ടിക്ക് ഓൺ എന്ന് കൊടുക്കുക. അപ്പോൾ വേണ്ടെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഓഫ് ആക്കിയിടാം. പിന്നത്തെ ഓപ്ഷനാണ് ഡിസ്പ്ലേ വാട്ടർമാർക്ക്. അപ്പോൾ ഡിസ്പ്ലേ വാട്ടർമാർക്കിന് മുന്നേ ഞാനിവിടെ ഒരു ഓൾറെഡി വരച്ച് വെച്ചത് ഓൺ ചെയ്യുകയാണ്. എഡിറ്റിൽ ഹൈഡ് ചെയ്ത് നമുക്ക് കിട്ടണമെങ്കിൽ അൺഹൈഡ് ഓൾ കൊടുത്താൽ ഞാൻ ഹൈഡ് ചെയ്തതെല്ലാം വരും. ഇനി ഇത് ഞാൻ ഡിലീറ്റ്, ഇത് മൊത്തം ഹൈഡ് ചെയ്യാണ്. വീണ്ടും ഹൈഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ഹൈഡ് കൊടുത്താൽ അത് മൊത്തം ഹൈഡാവും. ഇനി വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ചിഹ്നം ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ആഡ് വാട്ടർമാർക്ക് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതിൽ ഈ കളർ പിക്ക് ചെയ്തു, ഒരു ഇമേജ് പിക്ക് ചെയ്തു. അതിൽ 2 ഓപ്ഷൻ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഓവർലേ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ വരച്ചതിൻ്റെ പുറകിലായിരിക്കും ഇമേജ് വരിക, ഓവർലേ ആണെങ്കിൽ ഫ്രണ്ടിലായിരിക്കും വരിക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഈ ഓപ്ഷൻ കൊടുത്തു, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു. മാസ്ക് കൊടുക്കണമെങ്കിൽ, അതായത് ഇതിൻ്റെ ട്രാൻസ്പാരൻസി കുറയ്ക്കണമെങ്കിൽ ബ്രൈറ്റ്നസ് ഇല്ല, ട്രാൻസ്പാരൻസി ഇല്ല, ബ്രൈറ്റ്നസ് കുറയ്ക്കണമെങ്കിൽ മാസ്ക് കൊടുക്കാം. അതേപോലെ പിന്നെ ഓപ്ഷൻസ് സ്ട്രെച്ചഡ് ആയിട്ട് വരണോ, ടോട്ടൽ അക്രോസ് ദി സ്ക്രീൻ വേണോ, അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫിനിഷ് കൊടുത്തു. അതിന് ശേഷം ഞാൻ ഇതിന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ട ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഇതിന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ട എഡിറ്റ് വാട്ടർമാർക്ക് സെറ്റിംഗ് കൊടുത്താൽ മതി. അതിൽ ഞാൻ സ്ട്രെച്ചർ കൊടുക്കണമെങ്കിൽ സ്ട്രെച്ചർ കൊടുത്തു. അതിൽ തന്നെ ലോക്ക് ആസ്പെക്ട് റേഷ്യോ കൊടുത്തപ്പോൾ കണ്ട ഇതിനനുസരിച്ച് റെഡിയായി. അതിന് ടൈൽസ് കൊടുക്കുകയാണെങ്കിൽ ഓരോന്നിനനുസരിച്ച് വരും. അത് നമുക്ക് എങ്ങനെയാണ് കൊടുക്കുക. ഇനി മാസ്ക് കൊടുക്കുകയാണെങ്കിൽ കണ്ട അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്ട്രെച്ചർ കൊടുത്തു, എന്നിട്ട് ലോക്ക് ആസ്പെക്ട് റേഷ്യോ കൊടുത്തു, ബ്ലെൻഡിൻ്റെ ഓപ്ഷൻ മാക്സിമം കൊടുത്തു, ലോക്ക് ആസ്പെക്ട് റേഷ്യോ ഓഫ് കൊടുത്തു. ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാനും, അതേപോലെ ഇതിപ്പോൾ ഇമേജ് വീടിന് പുറകില്ല, അതേപോലെ ഫ്രണ്ടിൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാം. ഇനി അഥവാ ആഡ് ചെയ്തത് കളയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ നെഗറ്റീവ് ചിഹ്നമില്ലേ, ഡിലീറ്റ് വാട്ടർമാർക്ക്, അത് കൊടുക്കുക. അപ്പോൾ ഒരു ഓപ്ഷൻ വരും, ഡിലീറ്റ് ചെയ്യട്ടെ പെർമനൻ്റ്ലി, ഡിലീറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെയുള്ള സെറ്റിംഗ് ആണ് മോഡലിംഗ് സെറ്റിംഗ്. മോഡലിംഗ് സെറ്റിങ്ങിൽ നമ്മളിപ്പോൾ ഞാൻ ഹൈഡ് ചെയ്തത് മൊത്തം വരുത്താൻ എഡിറ്റ് അൺഹൈഡ് ഓൾ കൊടുത്തു. ഞാൻ അപ്പോൾ ഈ എഡ്ജ് സെലക്ട് ചെയ്തു. അപ്പോൾ എഡ്ജിൻ്റെ കളറ് ബ്ലൂ കളറാണ്. ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ലോക്ക് ചെയ്തു. ഞാനിപ്പോൾ ഈ ഒബ്ജക്റ്റ് മൊത്തം റൈറ്റ് ക്ലിക്ക് ചെയ്തു, ആദ്യം മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. അതിനുശേഷം ഞാൻ ലോക്ക് ചെയ്യാണ്. ഇപ്പോൾ ലോക്ക് കൺട്രോൾ ഓപ്ഷൻ ഉണ്ടാവും, ലോക്ക് ചെയ്തു. കണ്ട ലോക്ക് ചെയ്ത ഒബ്ജക്റ്റിന് റെഡ് കളറാണ്. പിന്നെ ടാപ്പ് മെഷർ ടൂൾ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗൈഡ്സിൻ്റെ കളർ ഈ കളറാണ്. ഇനി അവ മാറ്റണമെങ്കിൽ കണ്ട ഇപ്പോൾ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. മാറ്റി ഇവിടെ കുറച്ച് കൊടുത്തു, ഇവിടെയും കൊടുത്തു. കണ്ട ടാപ്പ് മെഷർ ടൂളിൻ്റെ കളർ മാറി. അങ്ങനെ നമുക്കത് മാറ്റണമെങ്കിൽ അതും മാറ്റാം. പിന്നെ ഹിഡൻ ജോമെട്രി, ഞാൻ അപ്പോൾ ഇവിടെ വല്ലതും ഹിഡൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. കണ്ട ഈ സർക്കിളിൻ്റെ ഹിഡൻ ജോമെട്രി ഇപ്പോൾ ഡോട്ടർ ലൈനിൽ വന്നു. അതായത് ഇപ്പോൾ ഒരു സർക്കിൾ വരച്ചു, പുഷ് പുൾ ചെയ്തു, ശരിക്കും ഈ ഹിഡൻ ജോമെട്രി കാണില്ല. ടിക്ക് ഓഫ് ആണെങ്കിൽ, ടിക്ക് ഓൺ ചെയ്തപ്പോൾ ഹിഡൻ ജോമെട്രി കാണാൻ പറ്റും. പിന്നെ ഓരോ ടാഗിനും ഓരോ കളർ ഉണ്ടാവും. നമ്മളിവിടെ ടാഗ് കൊടുത്തില്ല, കണ്ട ഈ കളറ് കാണിക്കണമെങ്കിൽ കളർ ബൈ ടാഗ് ഓൺ ആക്കി കൊടുത്താൽ ഓരോ ടാഗിൻ്റെ കളർ കാണിക്കും. അത് ഓഫാക്കി കൊടുത്താൽ അത് പോവും. പിന്നെ ഗൈഡ്സിൻ്റെ ഓഫാക്കി കൊടുക്കണമെങ്കിൽ ഗൈഡ്സ് ഓഫാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആ ഗ്രീൻ കളറിലുള്ള ഗൈഡ് പോയി, അത് ഓൺ ആക്കി കൊടുക്കണമെങ്കിൽ ഗൈഡ് ഓൺ ആക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് മൊത്തം സെക്ഷനെ കുറിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ വരച്ചതിന് ശേഷം സെക്ഷൻ പ്ലെയിൻ കാണിക്കണോ, സെക്ഷൻ കട്ട് കാണിക്കണോ, സെക്ഷൻ ഫില്ല് കാണിക്കണോ എന്നൊക്കെ. പിന്നെ 3 ആക്സസ് കാണിക്കണമെങ്കിൽ ഇവിടെ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കണം, മോഡൽ ആക്സസ്. അത് കണ്ട XYZ, അത് ഓഫ് ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ഓൺ ആക്കിയിട്ട് കൊടുക്കണം, മോഡൽ XYZ. പിന്നെ നമുക്ക് മിക്സ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം മിക്സ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആ മിക്സ് ഓപ്ഷനിൽ എഡ്ജ് സെറ്റിംഗ്, ഫേസ് സെറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്, ഇങ്ങനെ വാട്ടർമാർക്ക് സെറ്റിംഗ്, മോഡലിംഗ് സെറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി കണ്ട സെലക്ട് പറഞ്ഞിട്ട് സ്റ്റൈൽസ് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റൈൽസിന് മോഡൽ, അപ്പോൾ അതിൽ ഏതാണ് വേണ്ടത്, സ്റ്റൈൽസ് വേണമെങ്കിൽ സ്റ്റൈൽസ് കൊടുക്കാം. അതിലേതെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ
ഇതിൻ്റെ എഡ്ജ് സെറ്റിംഗ് ആണ് വേണ്ടെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ എഡ്ജ് സെറ്റിങ്ങിൽ അവിടെ കൊടുക്കുക. കണ്ട, അപ്പോൾ അതിൻ്റെ എഡ്ജ് സെറ്റിംഗ് ആയി. ഇനി ഇതിൻ്റെ ഫേസ് സെറ്റിംഗ് ആണ് വേണ്ടെങ്കിൽ ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് ഫേസ് സെറ്റിംഗ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫേസ് സെറ്റിംഗ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒരെണ്ണത്തിൻ്റെ ഇനി മോഡൽ, ഇനി ഇതിൻ്റെ എഡ്ജ് സെറ്റിംഗ് ആണ് വേണ്ടെങ്കിൽ ഇത് കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. അപ്പോൾ കണ്ട, നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് മിക്സ്ഡ് ആയിട്ട്, അതായത് ഇതിലുള്ളതിൻ്റെ തന്നെ ഓരോന്നിൻ്റെ എഡ്ജ് സെറ്റിംഗ്, ഫേസ് സെറ്റിംഗ്, അങ്ങനെ പലതിൻ്റെയും കൂടി വേണമെങ്കിൽ ഇവിടേക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടോ ഒരു ആരോ കീ, അപ്പോൾ അപ്ഡേറ്റ് നിൽക്കുക, അപ്ഡേറ്റ് സ്റ്റൈൽ വിത്ത് ചേഞ്ചസ്, നമ്മൾ ചേഞ്ച് ചെയ്തത് മൊത്തം ഇതിലേക്ക് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റൈൽസിൽ പഠിക്കാനുള്ളൂ.